ഹലോ നമസ്കാരം. ഒരു ചെറിയൊരു ടെക്നിക്കൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നോർമലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ അറിയാൻ വയ്യാത്ത കുറച്ച് സാധാരണക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വീഡിയോ. നോർമലി നമ്മൾ മിക്കപ്പോഴും വിളിക്കാറുണ്ട്, പിന്നെ നമ്മുടെ നോ ഡിസ്പ്ലേ, CPU ഓൺ ആകുന്നുണ്ട്, മോണിറ്റർ ഒന്നും കാണുന്നില്ല, അങ്ങനെയുള്ള ഒരു കംപ്ലൈന്റ് സ്ഥിരം വരുന്നുണ്ട്. അത് നമുക്ക് കമ്പ്യൂട്ടർ നോർമലി വരുന്നതാണ്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് സ്വയമേ ഇതിന്റെ ഒരു സൊല്യൂഷൻ നമുക്ക് ചെയ്യാം. ഒരു ടെക്നിക്കൽ ചെറിയൊരു ടെക്നിക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ്, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ പറയാം, അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം നമുക്ക് എങ്ങനെയാണെന്നുള്ള കാര്യം നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മളെ CPU-ന്റെ പവർ ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം അതിന്റെ സൈഡ് വയർ അഴിക്കുക. സൈഡ് വയർ സ്ക്രൂവോ അല്ലെങ്കിൽ മറ്റേ മാനുവലുള്ള സ്ക്രൂ ആയിരിക്കും. അത് മാറിയതിനു ശേഷം സൈഡ് വയർ അഴിച്ചതിനു ശേഷം ഇതിന്റെ റാം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ റാമിന്റെ ലോക്ക്, സൈഡിൽ ചെറിയ ലോക്ക് ഉണ്ട്, ആ ലോക്ക് റിമൂവിന് ശേഷം ഓട്ടോമാറ്റിക്കലി ചെറുതായിട്ട് പൊങ്ങി വരും. അതിനുശേഷം പ്രസ് ചെയ്യും, മേപ്പോട്ട് എടുക്കുക. മേപ്പോട്ട് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ റാമിന്റെ ഈ ഒരു ഗോൾഡൻ പ്ലേറ്റ് ഭാഗത്ത് നമ്മുടെ ഇതുപോലത്തെ ചെറിയൊരു പേപ്പർ, A4 സൈസ് പേപ്പറിന്റെ ചെറിയൊരു പീസ് കൊണ്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതേ പൊസിഷൻ തന്നെ ഇടുക. ഇടാൻ നേരത്ത് നമ്മൾ ആ പൊസിഷൻ എടുത്ത ആ രീതിയിലുള്ള പൊസിഷൻ നമ്മൾ ശ്രദ്ധിക്കണം. അതെല്ലാം തിരിഞ്ഞ് കയറത്തുമില്ല, നമ്മൾ നിർബന്ധിച്ച് അല്ലെങ്കിൽ മനഃപൂർവ്വം പ്രസ് ചെയ്ത് കയറ്റാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് മാനുവലി നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് പ്രസ് ചെയ്താൽ മാത്രം മതി. അതിന്റെ ആ ഒരു പൊസിഷൻ തന്നെ ഇത് ഫിറ്റ് ആയിക്കോളും. കേട്ടോ, ടിക്കർ സൗണ്ട് വീണിട്ടുണ്ട്, രണ്ട് സൈഡിലും നമ്മൾ അതിന്റെ സ്യൂട്ടായിട്ട് വീണിട്ടുണ്ട്. അതിനുശേഷം CPU ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ വർക്കിംഗ് ആയിരിക്കും. പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റാം ഓടുന്നതിന് മുമ്പ് ഹാർഡ് ഡിസ്കിന്റെ പവർ ഡിസ്കണക്ട് ചെയ്യണം. അത് നമുക്ക് ചെയ്തില്ലെങ്കിൽ വിൻഡോസ് കറക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. എത്രയാണ് നമ്മൾ നോ ഡിസ്പ്ലേ ഇഷ്യൂവിന് നമ്മൾ നോർമലി ചെയ്യുന്നത്. ഇതിന് ശേഷവും നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോബ്ലം റിപ്പീറ്റ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടെക്നിക്കൽ സപ്പോർട്ട് നേടേണ്ടതാണ്. ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.